നമസ്കാരം. 1000 പഞ്ചായത്തിലധികം പിടിച്ചെടുക്കണം. ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ BJP ലക്ഷ്യം വെച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയത്. അതിന് പുതുമുഖങ്ങളെല്ലാം BJP വളരെ സേഫായിട്ട് പല സ്ഥലങ്ങളിൽ, പല പഞ്ചായത്തുകളിലും, പല വാർഡുകളിലും, പല മുനിസിപ്പൽ കോർപ്പറേഷനിലും എല്ലാം ഇങ്ങനെ വാരി വലിച്ച് വിതരിച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പലരും പുതുമുഖങ്ങളാണ്. അപ്പോൾ പുതുമുഖങ്ങളായി നിൽക്കുന്നവർക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒക്കെ കൊള്ളാം, ഒരു കുറച്ച് കാലത്തേക്ക് എൻ്റെ ഈ പടം ഇങ്ങനെ ഒരു നോട്ടീസിൽ അച്ചടിച്ച അല്ലെങ്കിൽ പോസ്റ്റർ അടിച്ച് ഇങ്ങനെ പല മതിലുകളിലും അവിടെയും ഇവിടെയും വേലിപ്പത്തിലും ഒക്കെ ഇങ്ങനെ പതിച്ചു വെച്ചേക്കുന്ന കാണുന്ന ഒരു ഭംഗിയാണ്. തന്നെയല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കും, ഇന്ന വർഷം ഇന്ന ആൾ അവിടെ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. ചിലപ്പോൾ വിക്കിപീഡിയയൊക്കെ നോക്കിയാൽ കാണാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇന്നാൾ ഇന്ന സമയത്ത് വേണ്ട, ഒരു 0 വോട്ട് കിട്ടിയാൽ മതി. കെ സുരേന്ദ്രൻ എത്രയിടത്ത് വിജയിച്ചിട്ടാണ്? കെ സുരേന്ദ്രൻ്റെ പേര് ഇപ്പോഴും പറയത്തില്ലേ? ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ കെ സുരേന്ദ്രൻ മത്സരിക്കും. എത്രയിടത്ത് തോറ്റിട്ടാ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെ പുതുമുഖങ്ങളെ ഇറക്കി കഴിയുമ്പോൾ പുതുമുഖങ്ങൾക്ക് അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾക്ക് കുറേ എന്തൊക്കെ കിട്ടും, ഞങ്ങളിവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അങ്ങ് വിജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ആയിരിക്കും കരുതുന്നത്. ഇപ്പോൾ ഇലക്ഷൻ്റെ ഫണ്ട് വരും, ഒരു തേങ്ങയില്ല, ഒരു കുന്തവും വരുന്നില്ലെന്നേ. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് നിങ്ങൾ കണ്ടെത്തിക്കോളൂ എന്നാണ് പുതുമുഖങ്ങളോട് പറയുന്ന പറച്ചിൽ. വലിയ പിന്നെ എവിടെയെങ്കിലും അത്യാവശ്യം ഒരു പിന്നെ ലഭിക്കും, അത് A ക്ലാസ് മണ്ഡലങ്ങളെന്ന് BJP വിളിക്കുന്ന ആ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വാർഡുകളിൽ മത്സരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ BJPയുടെ ഫണ്ട് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വിനിയോഗിക്കാനായി കിട്ടും. അത് മാത്രമല്ല, ഓരോ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയിട്ട് കുറച്ച് പണം, അതായത് ഏകദേശം ഒരു 1000 അഭ്യർത്ഥനാ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലെക്സ്, ഒരു 8 ഫ്ലെക്സ്, ഇതൊക്കെ BJP അനുവദിക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അതായത് ഫണ്ട് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പം അന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഒരു പുതുമുഖ സ്ഥാനാർത്ഥി, അതും ഒരു പ്രദേശത്ത് BJPക്ക് വേരോട്ടമില്ലെങ്കിൽ ഇവർ എങ്ങനെ ഫണ്ട് കണ്ടെത്തും തെരഞ്ഞെടുപ്പിനുള്ള? വലിയ പാടായിരിക്കും. അതായത് ഒരു പ്രദേശത്ത് നിന്ന് പരിചയമുള്ള, പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതൊരു UDFൻ്റെ ആണെങ്കിലും LDFൻ്റെ ആണെങ്കിലും ശരി, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. പലരും അവരെ സമീപിക്കുകയും ഫണ്ട് അവർ കൈമാറ്റം ചെയ്യുകയും ചെയ്യും. അത് സ്വാഭാവികമായ നടപടിക്രമമാണ്. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേരോട്ടമില്ലാത്ത ഒരു ഭാഗത്ത്, BJPക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലത്ത്, BJP നേതാക്കന്മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി മാറുന്ന ചില സ്ഥലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ എവിടെ നിന്ന് ഫണ്ട് ഒപ്പിക്കാനാണ്? അവർ തന്നെ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വിജയിക്കേണ്ടി, ഞങ്ങൾ കാശ് കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടെ നോട്ടീസ് അടിക്കണം, അതോടൊപ്പം തന്നെ വാഹന പ്രചരണ ജാഥ നടത്തണം, പിന്നെ ആൾക്കാരെ കൂട്ടി കവലപ്രസംഗങ്ങൾ നടത്തണം, അങ്ങനെ തുടങ്ങി അതോടൊപ്പം കൂടെ വരുന്നവർക്ക് വെള്ളവും ആഹാരവും വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. അതീ പറയുന്ന 1000 അഭ്യർത്ഥന നോട്ടീസ് കൊടുക്കുന്നുണ്ട്, വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. 8 ഫ്ലെക്സ് എവിടെയെങ്കിലും സ്ഥാപിക്കുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? ഇല്ല. തോരണം കെട്ടണം, ഇലക്ഷൻ ബൂത്ത് അറേഞ്ച്മെൻറ്റ്സ് നടത്തണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല, ചില ആൾക്കാരെ പിന്നെ എന്താ പറയുക, പാരിതോഷികങ്ങൾ നൽകേണ്ടി വരും. അപ്പോൾ അത്തരം പാരിതോഷികങ്ങൾ നൽകുന്നതിന് പണം ഇടുന്ന സ്വന്തം വീട്ടിൽ നിന്ന് ചിലവാക്കാൻ പറ്റുമോ? അങ്ങനെ യാതൊരു കാര്യമില്ല. ഒന്നാമത് തന്നെ നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പല സ്ഥാനാർത്ഥികളും, ഇപ്പോൾ പല മേഖലകളിലുമുള്ള പല സ്ഥാനാർത്ഥികളും ചെയ്യുന്ന പരിപാടി തെരഞ്ഞെടുപ്പിനുള്ള ആൾക്കാരെ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെയെങ്കിലും വോട്ട് കിട്ടുക. സിംപ്ലി പറഞ്ഞാൽ ഒരു 1000 വോട്ടുള്ള ഒരു വാർഡാണെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അവിടെ പണമുള്ളത് ആരാണെന്ന് വെച്ചാൽ അവർ ആൾക്കാരെ വിളിച്ചിട്ട് ഏകദേശം ഒരു 501 വോട്ട് വേണ്ടി വരും, ഒരു ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 501 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 501 പേരെ വലയിലാക്കണം. അപ്പോൾ 501 പേരെ വലയിലാക്കാൻ ആളൊന്നുക്ക് 1000 രൂപ വെച്ച് ഏകദേശം 5,10,000 രൂപ കൊടുക്കേണ്ടി വരും. അതായത് ഈ സ്ഥാനാർത്ഥി മുടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മുടക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് കേട്ടോ. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പല സ്ഥാനാർത്ഥികളും കാശ് മുടക്കി ജയിക്കാൻ തയ്യാറാണ്. ഇനി അതല്ല, കാശ് മുടക്കാനില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് പല വീടുകളിലേക്ക്, സാധാരണപ്പെട്ട വീടുകളിലേക്ക്, അതായത് ഈ പിന്നെ ചില നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, എന്ന് വെച്ചാൽ പരസ്യമായി രാഷ്ട്രീയം പ്രഖ്യാപിക്കാത്ത ആളുകൾ, അതിൽ അല്പം കുഴപ്പമുള്ള വീക്കായിട്ടുള്ള വീടുകൾ നോക്കിയിട്ട് ഒരു 10 കിലോയുടെ അരിച്ചാക്കും, പിന്നെ അതോടൊപ്പം കുറച്ച് പച്ചക്കറികളും കുറച്ച് ഒരു ഭക്ഷ്യക്കിറ്റ് പോലെ സാധനങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന സമീപനവുമുണ്ട്. ഇതാണ് ശരിക്കും ഈ പിന്നെ രാഷ്ട്രീയത്തിൽ നടന്നു വരുന്ന ചില കള്ളക്കളികളാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഈ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റുകളോ ഏതെങ്കിലും പലചരക്ക് കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് സാധനം മേടിച്ച് അവരും കൊണ്ട് ഇറക്കി അങ്ങ് കൊടുക്കും. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പാരിതോഷികങ്ങൾ 1000 രൂപ നമുക്ക് ആളൊന്നുക്ക് കൊടുക്കുമ്പോൾ 5,00,000 ചില്ലുവാൻ രൂപ മുടക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് നമ്മൾ കരുതുക.
അപ്പോൾ അങ്ങനെ കരുതുന്ന, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി 5 ലക്ഷം രൂപ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മുടക്കിയാൽ അവർക്ക് ഓണറേറിയമായി കിട്ടുന്ന വളരെ തുച്ഛമായ എമൗണ്ടാണ്. അതായത് ഒരു മാസം അവർക്ക് കൂടി വന്ന 10,000 രൂപയാണ് അവർക്ക് ഓണറേറിയമായി അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 10,000 രൂപ ഓണറേറിയം മേടിക്കുക, അല്ലെങ്കിൽ 7,500 രൂപ ഓണറേറിയം മേടിക്കുകയും ചെയ്യുന്നൊരു മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആണെന്ന് കരുതുക. അവർ ഈ പറയുന്ന 5,10,000 രൂപ മര്യാദയ്ക്ക് കാശ് മേടിച്ചുകൊണ്ട് അവർക്ക് എത്ര കാലം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കൂ. 5 വർഷം കൊണ്ട് അവർക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ കഴിയും? ആ 10,000 രൂപ വെച്ചാകുമ്പോൾ 1,20,000 രൂപ മാത്രമാണ് അവർക്ക് ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയുന്നത്. 5 വർഷം കൊണ്ട് കൂടി വന്ന പിന്നെ എത്ര ഉണ്ടാക്കാൻ കഴിയും അവർക്ക്? 6 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് 5 വർഷം കൊണ്ട്. അപ്പം ഈ പറയുന്ന അങ്ങനെ ഒരു പിന്നെ ബ്രേക്ക് ഈവൻ ആവണം, അല്ലെങ്കിൽ ഇവർ മുടക്കിയ തുകയുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ പോലും അവർക്ക് ഈ പറയുന്ന 5 വർഷം പൂർത്തീകരിച്ച് ഭരിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ദീർഘകാലത്തേക്കായി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആരാണ് ചേരുക? അപ്പോൾ അത് നടപ്പുള്ള കാര്യമല്ല. അത് 5 ലക്ഷം രൂപ മുടക്കി വെറും 1 ലക്ഷം രൂപ മാത്രമായി തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് ആരെങ്കിലും പോവോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇവർ ഈ 5 ലക്ഷം രൂപ ഇറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 5-ന് കയറിയ പാടെ തന്നെ 5-ന് 10 തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണെന്നേ. അങ്ങനെ പണം മുടക്കുന്ന സ്ഥാനാർത്ഥികളെ ഒട്ടും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. അത്തരം സ്ഥാനാർത്ഥികളെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കാനേ പാടില്ല. കാര്യം അവർ ജനത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്, അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കാശെറിയുന്നത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാന്ന് കേട്ടിട്ടില്ലേ? അത്തരം ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യാനേ പാടില്ല. അത് ഒരു സമ്മതിദായകനെ സംബന്ധിച്ചിടത്തോളം തെറ്റാ. അവൻ്റെ നട്ടല് വളഞ്ഞു തന്നെ ഇരിക്കും ഈ സമ്മതിദായകൻ്റെ. കാര്യം എന്താ? 1000 രൂപ തന്നില്ലേ, ഭക്ഷ്യക്കിറ്റ് കൊണ്ട് തന്നില്ലേ, അതുകൊണ്ട് എൻ്റെ പിന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന ഭക്ഷ്യക്കിറ്റല്ല, വ്യക്തിപരമായി കൊടുക്കുന്ന ഭക്ഷ്യക്കിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നട്ടല് വളഞ്ഞു തന്നെ ഇരിക്കും, ചോദിക്കത്തില്ല, ഒരു കാര്യം ചോദിക്കാൻ തോന്നത്തുമില്ല, ഏഴായാലും തടുപ്പിക്കത്തുമില്ല. പിന്നെ ഇതാണ് പലയിടങ്ങളിലും കണ്ടുവരുന്നത്. അപ്പം ഈ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഇവിടെ കൊടുക്കുന്നുണ്ടോ BJPയെ സംബന്ധിച്ചിടത്തോളം? ഇല്ല. BJP അങ്ങനെ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനൗദ്യോഗിക നിർദ്ദേശം പുറത്തു വന്നു കഴിഞ്ഞു. അവരാകെപ്പെട്ടിരിക്കുന്നു BJPക്കാർ. BJPയിലെ പുതുമുഖ സ്ഥാനാർത്ഥികൾ, അതായത് ജയിക്കാൻ സാധ്യത ലെവലേശമില്ലാത്ത പ്രദേശങ്ങളിലെ ആളുകളെ കാര്യം പറയുന്നത്. അപ്പോൾ കൂടെ നടക്കുന്നവർക്കൊക്കെ വൈകുന്നേരം ഒരു കാലിച്ചായ പോലും കിട്ടത്തില്ലെന്നർത്ഥം. ഇനി UDFൻ്റെ കാര്യം മറിച്ചല്ല. UDFന് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പണ്ട് നമ്മുടെ പിന്നെ VD സതീശൻ തന്നെ പറഞ്ഞ ഓർമ്മയില്ലേ, ഞങ്ങളുടെ കൂടെ വരുന്ന പ്രവർത്തകർക്ക് ചായ കുടിക്കാനുള്ള കാശ് പല വീട്ടുകാർ, നിങ്ങൾ വെള്ളം കുടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാർ കൊടുക്കുന്നു. ഫണ്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 വർഷമായി ഭരണത്തിൻ്റെ ഇടനാഴികളിൽ ഒരു വെറുതെ പോലും എത്തി നോക്കാൻ കഴിയാത്ത UDFനെ സംബന്ധിച്ചിടത്തോളം അത് കഷ്ടകാലമാണ്. ഇനിയും തന്നെയുമല്ല, ഇനിയും അടുത്ത ടൈമിൽ കൂടെ കോൺഗ്രസിന് കിട്ടില്ല എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷവും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് UDFന് ഫണ്ട് മുടക്കുക? അതും വലിയൊരു പ്രതിസന്ധിയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ്. UDFന് ഫണ്ട് വരുന്നു എന്ന് തന്നെ കരുതുക. എവിടെന്നെങ്കിലും ഫണ്ട് വന്നാൽ തന്നെ കൂടുതലും ഈ മേലിൽ നിൽക്കുന്നവരെ മുക്കി അങ്ങ് തിന്നുകയാണ് ചെയ്യുന്നത്. വയനാട് ഫണ്ട് വരെ കട്ടുമുടിച്ച ടീമുകളാണുള്ളത്. അപ്പം ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് വരുന്ന ഫണ്ട് പോലും കട്ടുമുടിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ UDFലും ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലും തീരുമാനമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് LDFൽ മാത്രമാണ് എന്ന് ചുരുക്കം. ബാക്കിയെല്ലാം ഇച്ചിരി കഷ്ടപ്പാടിലാണ്. BJP ഇവിടെ കളം പിടിക്കും, ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് അങ്ങ് പൈസ ഇവിടെ കൊണ്ടുവന്ന് കുത്തി ഒഴുക്കുമെന്നൊക്കെ പറഞ്ഞ് BJPക്കാർക്ക് മിണ്ടാട്ടമില്ല. ഇനി അതല്ല, മേളിൽ നിൽക്കുന്നവന്മാരുടെ കയ്യിലേക്ക് ഇതൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടത് ആ ബലിയാടുകളാകാൻ വേണ്ടി നിൽക്കുന്ന ആ പുതുമുഖ സ്ഥാനാർത്ഥികളാണ്. അവർ ഈ കാര്യങ്ങൾ തിരിച്ചറിയുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്.